ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് അടിപൊളി ഒരു പാസ്ത തയ്യാറാക്കിയല്ലോ. ഞാൻ ഇത് ടൊമാറ്റോ സോസ് യൂസ് ചെയ്യാണ്ടാണ് ഇത് പാസ്ത തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ നിന്ന് പാസ്ത തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുക ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ പാസ്ത തയ്യാറാക്കാം. അതിന് ഞാൻ 1 കിലോ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് വെള്ളം നന്നായി ചൂടായി വന്നിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാനുണ്ട്. ഓയിൽ ഒഴിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പാസ്ത വെന്ത് വരുന്ന ആ സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്കിതിലേക്ക് ഇനി പാസ്ത ഇട്ട് കൊടുക്കാം. ഓക്കെ, പാസ്തന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കാം. ഓക്കെ, ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ, പിന്നെ പാകത്തിന് ഉപ്പ്. ഓക്കെ, ഇവയ്ക്ക് ഞാൻ കുഴച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പുളിനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഓക്കെ, നമുക്കിത് നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ പാസ്ത ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്കിതിലേക്ക് ഇനി അടുത്തതായി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇത് ലാസ്റ്റാണ് കേട്ടോ ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിനെ കേട്ടോ ഇത് ചിലപ്പോൾ അടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ് ലാസ്റ്റ് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരറ്റാണ്. ഇനി അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പിന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക്. ഇതിലേക്ക് നമുക്ക് നന്നായി സ്പൂണോട് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാതി ക്യാപ്സിക്കോ. ഓക്കെ, നമുക്ക് നന്നായി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നമുക്കിതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചതുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ പാസ്ത ഉണ്ടല്ലോ, പാസ്ത ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണി തയ്യാറാക്കുന്ന അതിൽ പാസ്ത ഇട്ട് പിന്നെ മസാല ഇട്ട് അങ്ങനെയും റെഡിയാക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഇട്ടുന്നേ ഉള്ളൂ. നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുരുമുളക് ഒന്ന് വിതറി ഒരു 2 മിനിറ്റ് ഒന്ന് ദമ്മിൽ വെക്കാം. ഓക്കെ, നമ്മളങ്ങനെ പാസ്ത റെഡി ആയിട്ടുണ്ട്.
കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ്. മക്രോണി പോലത്തെ ഒരു ഐറ്റമാണ് പാസ്ത. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.